എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കേന്ദ്ര ആഭ്യന്തര സേനാ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ പോലീസ് സേനാ വിഭാഗങ്ങളിലേക്ക് SSLC പാസ്സായ യുവാക്കൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 39,481 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം, വൺ ടൈം രജിസ്ട്രേഷൻ, നോട്ടിഫിക്കേഷൻ്റെ പ്രസക്ത ഭാഗങ്ങൾ തുടങ്ങിയവയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തൊഴിൽ വിദ്യാഭ്യാസപരമായ ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകൾ ഉൾപ്പെടെ 500-ലധികം ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ്റെ ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നത് 5/9/2024 അവസാനിക്കുന്നത് 14/10/2024 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഏകദേശ സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. BSF, CRPF, CISF എന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ആസാം റൈഫിൾസ്, SSB ശാസ്ത്ര സീമാബൽ, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയ കേന്ദ്ര സേനാ വിഭാഗങ്ങളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത്. എക്സാമിനേഷൻ്റെ വിവിധ സ്റ്റേജുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ CBE ആണ്. അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST, അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും ഒടുവിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുമാണുള്ളത്. കമ്പ്യൂട്ടർ എക്സാമിനേഷൻ ഇംഗ്ലീഷ് കൂടാതെ മലയാളത്തിലും എഴുതാവുന്നതാണ്. ഇനി വേക്കൻസീസ് ആണ്. ടോട്ടൽ വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൽ ഫീമെയിൽ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ SC ST OBC EWS ജനറൽ വിഭാഗത്തിലെ പിന്നോക്കക്കാർക്കുള്ളതാണ് EWS. അതിനുശേഷം UR എന്ന് പറഞ്ഞാൽ അൺറിസർവ്ഡ് ആണ്, ജനറൽ വിഭാഗമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിലുള്ള വേക്കൻസിയും കൊടുത്തിട്ടുണ്ട്. 39,481 ഒഴിവുകളാണ് മൊത്തത്തിലുള്ളത്. ഏജ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. 18-നും 23 വയസ്സിനും ഇടയിലുള്ള യുവതിയുവാക്കൾക്ക് അപേക്ഷിക്കാം. 1/1/2025 വെച്ചാണ് വയസ്സ് കണക്കാക്കുന്നത്. അതായത് 2/1/2002-നും 1/1/2007-നും ഇടയിൽ ജനിച്ചവരാകണം. പ്രായപരിധിയിൽ ഇളവുണ്ട്. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ ഇളവും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഇളവും എക്സ് സർവീസുമാനും ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത SSLC പാസ്സാണ്. 1/1/2025 വെച്ചാണ് പാസ് മാർക്ക് SSLC പാസ് കണക്കാക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. +2 ഡിഗ്രി PG ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. NCC സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർക്ക് ബോണസ് മാർക്ക് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. ഇതിൽ വനിതകൾക്കും SC ST വിഭാഗത്തിലും എക്സ് സർവീസിനുമാനുമൊന്നും പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിന് ശേഷം 5/11/2024 മുതൽ 7/11/2024 വരെ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് എക്സാമിനേഷൻ സെൻറ്റേഴ്സാണ്. കേരള കർണാടക റീജിയണിൽ കേരളത്തിൽ സെൻറ്ററായിട്ടുള്ളത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയവയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, എലമെൻ്ററി മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. ഇവയിൽ ഓരോന്നിനും 40 മാർക്ക് വീതമുള്ള 20 സെറ്റ് ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. മൊത്തത്തിലുള്ള സമയം 1 മണിക്കൂറാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനാണ്. അതിൻ്റെ മാനദണ്ഡം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യുവാക്കൾ 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഫീമെയിൽ ആണെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ടാണ് ഓടിയെത്തേണ്ടുന്നത്. അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. അതിൻ്റെയും ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിലിന് 170 സെൻറ്റിമീറ്റർ ഉയരവും ഫീമെയിലിന് 157 സെൻറ്റിമീറ്റർ ഉയരവുമാണ് വേണ്ടുന്നത്. ST വിഭാഗക്കാർക്ക് ഇളവുകളുണ്ട്, താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് മെയിൽ കാൻഡിഡേറ്റിനുള്ള ചെസ്റ്റ് എക്സ്പാൻഷൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നോർമൽ 80 സെൻറ്റിമീറ്റർ ആണ് വേണ്ടുന്നത്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ ഉണ്ടാവുകയും വേണം. കൂടാതെ പരീക്ഷാ സമയത്ത് അഡ്മിഷൻ ടിക്കറ്റ് കൂടാതെ 2 കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ കരുതിയിരിക്കണം. വാലിഡ് ID പ്രൂഫും ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഓൺലൈൻ അപേക്ഷയിലേക്ക് വന്നാൽ പുതിയ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നേരത്തെ പഴയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരും വൺ ടൈം രജിസ്ട്രേഷൻ OTR ഈ പുതിയ വെബ്സൈറ്റിൽ ചെയ്തിരിക്കണം. ഈ OTR രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നതിൻ്റെ വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. വൺ ടൈം രജിസ്ട്രേഷൻ വീഡിയോയിൽ തന്നെ അപേക്ഷ എങ്ങനെ അയക്കണമെന്നും കാണിക്കുന്നുണ്ട്. കൂടാതെ ഓൺലൈനായി അപേക്ഷ അയക്കുന്നത് എങ്ങനെയെന്നതിൻ്റെയും വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഈ വീഡിയോകളുടെയൊക്കെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. കൂടാതെ വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇതോടെ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.